അപ്പനും അമ്മയും മക്കളും ചേർന്നൊരു സ്വർഗം പണിതിടുമ്പോ കൂടെ കൂടുന്നു സ്കൂളും പള്ളിയും നാടും നാട്ടുകാരും. കുസൃതികളുണരും കളിചിരിയായി വളർന്നിടുവിൻ ഉള്ളിൽ സ്നേഹമുള്ളവരായി എന്നും ദൈവ പൈതങ്ങളായി. വീട് ഫെയ്ത്തുവിന്റെ വീട്, വീട് ഫെയ്ത്തുവിന്റെ വീട്. ഹലോ ഹലോ, ആ ആണോ? ആ എങ്ങനെയുണ്ട് സർ മാർക്ക്? സർ മാർക്ക് ആ ആ ഓക്കെ സർ. ആ നന്ദു, നന്ദു, എടാ നന്ദുവേ, നന്ദു ഇവിടെ വന്നേ, ചോദിക്കട്ടെ. നന്ദു ഇങ്ങ് വന്നേ. എന്താ പറ്റിയേ? പേപ്പർ കിട്ടിയില്ലേ? സയൻസിന്റെ പേപ്പർ കിട്ടിയില്ലേ? എന്ന് കിട്ടി. എന്നിട്ട് കൊണ്ടുവന്ന് കാണിക്കാത്തെ? എടുത്തിട്ട് വന്നേ, പേപ്പർ എടുത്തിട്ട് പാടൂ. ഇതെന്താ മോനെ ഇത്? 5 മാർക്ക് എവിടെയാ? ഈ സയൻസിന് മാത്രം എന്താ എപ്പോഴും ഇങ്ങനെ കാണിക്കുന്നത്? ഞാൻ സയൻസ് പഠിപ്പിക്കുന്നല്ലേ, എനിക്ക് നാണക്കേടാവത്തില്ലേ? പഠിക്കേണ്ട സമയത്ത് പഠിക്കാത്തോണ്ടല്ലേ? ആ വന്നോ ഉണ്ടോ? 5 മാർക്ക് പിന്നെയും കളഞ്ഞിട്ടാ വന്നേക്കുന്നത്. പക്ഷെ ഞാൻ ക്ലാസ് ടോപ്പറാ. വിഷയം കാണട്ടെ. എന്റെ നന്ദു അവിടെ ഇരിക്കുക. മാർക്ക് നല്ല കുറവാണല്ലോ നന്ദു. ഇവാൻ എത്ര മാർക്കുണ്ട്? അവന് 44 ഉള്ളൂ. നിനക്കെന്നെ സയൻസിന് എപ്പോഴും കുറഞ്ഞു പോകുന്നേ? ട്യൂഷന് വല്ലതും വിടാം. വേണ്ട, ഞാൻ പഠിച്ചോളാം. നീ പഠിച്ചോളാന്ന് പറഞ്ഞിട്ട് സ്കോർ ചെയ്യുന്നില്ലല്ലോ. പഠിച്ചോളാന്ന് നീ പറയുന്നില്ലേ ഉള്ളൂ. ഞാൻ എന്നാ ചായ കുടിക്കാം. എനിക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ട്. പോയി ചെയ്. ഇന്ന് എനിക്ക് എൻ്റെ സയൻസിൻ്റെ പേപ്പർ കിട്ടി. ഞാനാ ക്ലാസ്സിലെ ടോപ്പർ. എൻ്റെ ടീച്ചർ, എൻ്റെ കൂട്ടുകാർ എല്ലാവരും എന്നെ അഭിനന്ദിച്ചു. വീട്ടിലെത്തിയപ്പോൾ പക്ഷേ വെറും 5 മാർക്ക് കുറഞ്ഞിന്. അപ്പയ്ക്കും അമ്മയ്ക്കും എന്നെ ഇഷ്ടമില്ല എന്ന് തോന്നി. അവർക്ക് ഫെയ്ത്തുവിനെ മാത്രം ഇഷ്ടം. നമ്മുടെ കുഞ്ഞുമക്കൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, ഏറ്റവും അധികം ഭയപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ ഒരു ചോദ്യം എന്താണെന്നറിയോ? ആ മാർക്ക് എവിടെ പോയി? പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മളുടെ കുഞ്ഞുമക്കൾ പഠിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നേടുന്ന മാർക്കിന് അതിൻ്റെതായ ഒരു വിലയുണ്ട്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആനന്ദമാണ് അവർക്ക് കിട്ടുന്ന മാർക്ക്. പ്രത്യേകിച്ചും പരീക്ഷയുമായി ബന്ധപ്പെട്ട കാലഘട്ടങ്ങളിൽ ഇന്നത്തെ കുഞ്ഞുമക്കൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് പരീക്ഷാ പേടി, സ്ട്രെസ്, അതുമായി അനുബന്ധിച്ചുണ്ടാവുന്ന പ്രത്യേക ശാരീരിക രോഗാവസ്ഥകൾ. ഒരു പരിധിവരെ ഇതിനൊക്കെ കാരണം എവിടെ പോയി നിന്റെ മാർക്ക് എന്നുള്ള ചോദ്യം തന്നെയാണ്. കുഞ്ഞുമക്കളുടെ ആത്മാഭിമാന ബോധത്തെയും അവർ പഠിച്ചു നേടിയ മാർക്കിന്റെ വിലയെയും ഒക്കെ തകർത്ത് കളയുന്ന ഈ ചോദ്യം നമുക്കൊന്ന് ഒഴിവാക്കിയാലോ? അതിനേക്കാൾ കുഞ്ഞുമക്കൾ കൂടുതൽ പഠിക്കാൻ, കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ അവരെ സഹായിക്കുന്നത് നമ്മൾ നൽകുന്ന അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും ഒക്കെ തന്നെയാണ്. അവരാഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അതാണ്. ക്ലാസ് ടോപ്പറായി കടന്നു വരുമ്പോഴും മറ്റെല്ലാവരും അഭിനന്ദിക്കുമ്പോഴും
അതിനേക്കാളൊക്കെ ഉപരി അവരുടെ മനസ്സിന് സന്തോഷം നൽകുന്നത്, അഭിമാന ബോധം നൽകുന്നത് അപ്പനും അമ്മയും നൽകുന്ന നല്ല വാക്കുകൾ തന്നെയാണ്. വിശുദ്ധ ഫ്രാൻസിസ് ഡി സെയിൽസ് പറയുന്നുണ്ട്, ഒരു തുള്ളി തേനിന് ഒരു പാത്രം ചുരുക്കയേക്കാൾ തേനീച്ചയെ പിടിക്കാൻ സാധിക്കുമെന്ന്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഒരഭിനന്ദന വാക്കിന് ഒരുപാട് വഴക്കുകളേക്കാൾ, ഉപദേശങ്ങളെക്കാൾ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കും, വളർത്താൻ സാധിക്കും. വീട് അപ്പനും അമ്മയും മക്കളും ചേർന്നൊരു സ്വർഗം പണിതിടുമ്പോ കൂടെ കൂടുന്നു സ്കൂളും പള്ളിയും നാടും നാട്ടുകാരും. കുസൃതികളുണരും കളിചിരിയായി വളർന്നിടുവിൻ ഉള്ളിൽ സ്നേഹമുള്ളവരായി എന്നും ദൈവ പൈതങ്ങളായി.